നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. ദേശീയപാതയിലെ മാലിന്യം തള്ളലിനെ തടയിടാൻ പുത്തൂർ പഞ്ചായത്ത് ഇരുമ്പുവേലി നിർമ്മിക്കുന്നു. തൃശൂർ ഈസ്റ്റ് ഉപജില്ലാ കലാമേളയിൽ UP വിഭാഗത്തിൽ താണിക്കുടം UP സ്കൂളിന് ഓവറോൾ കിരീടം. തൃശൂർ പുത്തൻപള്ളി വ്യാകുലമാത ബസലിക്ക തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളിന് കൊടിയേറി. സ്വകാര്യ ബസ്സുകൾക്ക് 140 കിലോമീറ്ററിന് മുകളിൽ സർവീസ് നടത്തുന്നതിന് ലഭിച്ച കോടതി ഉത്തരവ് സർക്കാർ ഉടൻ നടപ്പിലാക്കണമെന്ന് കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ. വിശദമായ വാർത്തകളിലേക്ക്. ദേശീയപാതയിലെ മാലിന്യം തള്ളലിന് തടയിടാൻ പുത്തൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്രദേശത്ത് ഇരുമ്പുവേലി നിർമ്മാണം ആരംഭിച്ചു. പുത്തൂർ പഞ്ചായത്ത് പരിധിയിലെ കുട്ടനല്ലൂർ മരത്താക്കര റോഡ് സൈഡിലാണ് ഇരുമ്പുവേലിയുടെ നിർമ്മാണം നടത്തുന്നത്. ഈ പ്രദേശങ്ങളിൽ രാത്രികാലങ്ങളിൽ വ്യാപകമായി കക്കൂസ് മാലിന്യം തള്ളുന്നത് പതിവാണ്. ഇത്തരം പ്രവൃത്തികൾക്ക് അറുതി വരുത്താനാണ് പ്രദേശത്ത് ഇരുമ്പുവേലി നിർമ്മിക്കുന്നത്. 51 ലക്ഷത്തിൽ പരം രൂപ ചിലവഴിച്ചാണ് പണികൾ നടത്തുന്നത്. കൂടാതെ പ്രദേശത്ത് നിരീക്ഷണ ക്യാമറകളും സ്ഥാപിക്കും. ഇത്തരത്തിൽ ഇരുമ്പുവേലി നിർമ്മിച്ചാൽ മാലിന്യം സമീപത്തെ പാടത്തേക്കും തോട്ടിലേക്കും തള്ളാൻ കഴിയാതെ വരും. ഇതോടെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണാനാകും എന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. ആദ്യഘട്ടത്തിൽ 85 മീറ്റർ ദൂരത്തിലാണ് നിർമ്മാണം. ഇതിനായി കോൺക്രീറ്റിൽ ഇരുമ്പ് തൂണുകൾ ഉറപ്പിക്കുന്ന പണികൾ നടന്നുവരുന്നു. തുടർന്നും മാലിന്യം തള്ളിയാൽ നിരീക്ഷണ ക്യാമറയുടെ സഹായത്താൽ കുറ്റക്കാരെ കണ്ടെത്തി കർശന നിയമ നടപടികൾ എടുക്കുമെന്ന് അധികൃതർ അറിയിച്ചു. തൃശൂർ ഈസ്റ്റ് ഉപജില്ലാ കലാമേളയിൽ UP വിഭാഗത്തിൽ UPS താണിക്കുടം ഓവറോൾ 1ാം സ്ഥാനം കരസ്ഥമാക്കി. ആകെ 80 പോയിന്റിൽ 78 പോയിന്റും നേടിയാണ് താണിക്കുടം UP സ്കൂളിലെ പ്രതിഭകൾ കപ്പിൽ മുത്തമിട്ടത്. കഴിഞ്ഞ വർഷം UP വിഭാഗത്തിൽ ഓവറോൾ 2ാം സ്ഥാനം നേടിയിരുന്നു. LP വിഭാഗത്തിൽ ഓവറോൾ 4ാം സ്ഥാനവും വിദ്യാലയത്തിനുണ്ട്. മലയോര മേഖലയിലെ സാധാരണക്കാരായ കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയത്തിന് ഇത് വിലമതിക്കാനാകാത്ത നേട്ടമാണെന്ന് ഹെഡ്മിസ്റ്റർ CK മാലതി ടീച്ചർ അഭിപ്രായപ്പെട്ടു. അധ്യാപകരുടെയും PTA, MPTA, മാനേജ്മെന്റ് കമ്മിറ്റികളുടെയും കൂട്ടായ പരിശ്രമ ഫലമായാണ് ഈ നേട്ടം കൈവരിക്കാൻ സാധിച്ചതെന്ന് PTA പ്രസിഡന്റ് ജിൻഡോ കുര്യൻ പറഞ്ഞു. ഒരു നാടിന്റെ മുഴുവൻ വിജയമായതിനാൽ രക്ഷിതാക്കളും നാട്ടുകാരും ചേർന്ന് നടത്തിയ ആഹ്ലാദ പ്രകടന ഘോഷയാത്രയിൽ താണിക്കുടം, മാറ്റാംപുറം, പൊങ്ങണംകാട്, അക്കരപ്പുറം, കള്ളായി സെന്ററുകളിൽ വെച്ച് വിജയികളായ കുട്ടികളെ മാടക്കത്ര പഞ്ചായത്തിലെ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. മാടക്കത്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര മോഹനൻ, വൈസ് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര, വാർഡ് മെമ്പർ മിഥുൻ തീയത്ത്, താണിക്കുടം UP സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിനിയും വാർഡ് മെമ്പറുമായ സുകന്യ ബൈജു എന്നിവർ കുട്ടികളെ മൊമെന്റോ നൽകി അഭിനന്ദിച്ചു. കുട്ടികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബ് വിവിധ സെന്ററുകളിൽ അരങ്ങേറി. തൃശൂർ പുത്തൻപള്ളി പരിശുദ്ധ വ്യാകുലമാതാവിൻ ബസലിക്ക തീർത്ഥകേന്ദ്രത്തിലെ പ്രതിഷ്ഠാ തിരുനാളിന് കൊടിയേറി. ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ സീനിയർ കൊടിയേറ്റം നിർവഹിച്ചു. ഈ മാസം 22 മുതൽ 25 വരെയാണ് തിരുനാൾ. 21 വ്യാഴാഴ്ച തിരുനാൾ പ്രസിദ്ധന്തി വാഴിക്കൽ, ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം. വെള്ളിയാഴ്ച അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിന്റെ കാർമ്മികത്വത്തിൽ കൂട് തുറക്കൽ, രൂപം എഴുന്നള്ളിച്ചു വയ്ക്കൽ. ശനിയാഴ്ച അമ്പെഴുന്നള്ളിപ്പ്. തിരുനാൾ ദിനമായ 24-ന് ആഘോഷമായ തിരുനാൾ ദിവ്യബലി. ഫാദർ പോൾ പൂവത്തിങ്കൽ CMI മുഖ്യ കാർമ്മികനായിരിക്കും. വൈകിട്ട് തിരുനാൾ ജപമാല പ്രദക്ഷിണം, വ്യാകുലം എഴുന്നള്ളിപ്പും. തിങ്കളാഴ്ച രാത്രി ബാൻഡ് വാദ്യ മത്സരത്തിനു ശേഷം ഫാൻസി വർണ്ണമഴയോടെ ചടങ്ങുകൾ സമാപിക്കും. പുത്തൻപള്ളി വികാരി ഫാദർ റെക്ടർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത്, അസിസ്റ്റന്റ് വികാരിമാർ ഫാദർ ഫെബിൻ ചെറിയത്ത്, ഫാദർ ഡിൻഡോ വല്ലച്ചിറക്കാരൻ, ഡീക്കൻ ജിനോയ് പുല്ലോക്കാരൻ, കൈക്കാരന്മാർ PR ജോർജ് പുലിക്കോട്ടിൽ, KJ ജോണി കുറ്റിച്ചാക്കു, VR ജോൺ വേലുക്കാരൻ, അബി ചെറിയൻ ഇലഞ്ഞിക്കൽ, ജനറൽ കൺവീനർ പോൾ ആലപ്പാട്ട് എന്നിവർ നേതൃത്വം നൽകുന്നു. ആർമി റിക്രൂട്ട്മെന്റ് റാലി ഫെബ്രുവരി 1 മുതൽ 7 വരെ തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ.
ജില്ലാ സ്പോർട്സ് കൌൺസിൽ ഇൻഡോർ സ്റ്റേഡിയം എന്നിവിടങ്ങളിലും റാലി നടക്കും. റാലി നടത്തുന്നതിനുള്ള സൌകര്യങ്ങൾ ഒരുക്കുന്നത് സംബന്ധിച്ച് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ നേതൃത്വത്തിൽ കളക്ടറുടെ ചേംബറിൽ യോഗം ചേർന്നു. പാലക്കാട്, മലപ്പുറം, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെയും മാഹി, ലക്ഷദ്വീപ് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 3500ഓളം ഉദ്യോഗാർത്ഥികൾ പങ്കെടുക്കുന്നു. സുഗമമായ നടത്തിപ്പിന് സൌകര്യങ്ങൾ ഒരുക്കാൻ കളക്ടർ ബന്ധപ്പെട്ട വകുപ്പിന് നിർദ്ദേശം നൽകി. റാലിയിൽ പങ്കെടുക്കേണ്ട തീയതിയും സമയവും ഉദ്യോഗാർത്ഥികളെ നേരിട്ട് അറിയിക്കും. 2024 ഏപ്രിൽ 22 മുതൽ മെയ് 3 വരെ നടത്തിയ എഴുത്തുപരീക്ഷയിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കാണ് റാലി. 5 വർഷങ്ങൾക്കു ശേഷമാണ് തൃശൂരിൽ റാലി നടത്തുന്നത്. ആർമി റിക്രൂട്ട്മെന്റ് റാലി 2025 ഫെബ്രുവരി 1 ജില്ലാ കളക്ടർ ഫ്ളാഗ് ഓഫ് ചെയ്യും. ARO ഡയറക്ടർ കേണൽ രംഗനാഥ്, ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. സ്വകാര്യ ബസ്സുകൾക്ക് 140 കിലോമീറ്ററിന് മുകളിൽ സർവീസ് നടത്തുന്നതിന് ലഭിച്ചിരിക്കുന്ന കോടതി ഉത്തരവ് സർക്കാർ അടിയന്തരമായി നടപ്പിലാക്കണമെന്ന് കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ. 140 കിലോമീറ്ററിൽ കൂടുതൽ ദൂരം സ്വകാര്യ ബസ്സുകൾക്ക് സർവീസ് നടത്തുന്നതിനുള്ള ഉത്തരവ് ഹൈക്കോടതി പുറപ്പെടുവിച്ചു. ഈ ഉത്തരവിനെതിരെ അപ്പീൽ നൽകാൻ സർക്കാർ എടുത്ത തീരുമാനം പിൻവലിക്കണം. ഒരു ബസ് മാത്രമായി സർവീസ് നടത്തുന്ന പല ബസ് ഉടമകളും വലിയ തുക കടമെടുത്താണ് വാങ്ങിയിട്ടുള്ളത്. ആത്മഹത്യയിലേക്ക് അവരെ തള്ളിവിടുന്ന നടപടിയാണ് സർക്കാരിന്റേത്. സംസ്ഥാനത്തെ 80% പൊതുജനങ്ങളും വിദ്യാർത്ഥികളും സ്വകാര്യ ബസ്സുകളെ ആശ്രയിക്കുന്നു. KSRTCയെ സംബന്ധിച്ചിടത്തോളം വർഷം തോറും വലിയ സംഖ്യ നഷ്ടം. സ്വകാര്യ ബസ് സർവീസിനെ നിലനിർത്തുന്നതിന് മുഖ്യമന്ത്രി അടിയന്തരമായി ഇടപെടണം. സംസ്ഥാനത്തെ RTO ഓഫീസുകളിൽ പൊതുജനങ്ങൾക്ക് ലഭിക്കേണ്ട സേവനങ്ങൾക്ക് കാലതാമസമുണ്ട്. മോട്ടോർ വെഹിക്കിൾ ആക്ട് അമെന്റ്മെന്റ് അടിയന്തരമായി പൂർണ്ണമായി സംസ്ഥാനത്ത് നടപ്പിലാക്കി പരിഹരിക്കണമെന്നും വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ജോൺസൺ പടമാടൻ, മുജീബ് റഹ്മാൻ, സുരേഷ് കുമാർ, കൃഷ്ണകിഷോർ, ആനന്ദ് അരവിന്ദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മൈക്രോബയോളജി വകുപ്പിൽ ICMR പദ്ധതിയുടെ കീഴിലുള്ള AMR വിഭാഗത്തിലേക്ക് ലാബ് ടെക്നീഷ്യൻ, ഡാറ്റ മാനേജർ എന്നീ തസ്തികകളിൽ 1 വർഷത്തെ കരാർ നിയമനമുണ്ട്. MLT ബിരുദം, ബാക്ടീരിയോളജി ലാബിൽ 1 വർഷത്തെ പ്രവൃത്തി പരിചയം, പാരാമെഡിക്കൽ കൌൺസിൽ രജിസ്ട്രേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാം. വയസ്സ്, യോഗ്യത, പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും സഹിതം നവംബർ 22 രാവിലെ 10 തൃശൂർ മെഡിക്കൽ കോളേജ് കാര്യാലയത്തിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാവുക. ഫോൺ നമ്പർ 048722003110. ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, an ISO ക്വാളിറ്റി സ്പെസിഫൈഡ് ഡയഗ്നോസ്റ്റിക് സെന്റർ. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം. 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. You have any sort of depression?
പ്രണയ നൈരാശ്യം. ആ, കിടക്കയിൽ മൂട്ട. മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, പിന്നെ? റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകൾ തുടരുന്നു. മാടക്കത്ര സെന്റ് ജോസഫ് ദേവാലയത്തിലെ തിരുനാൾ ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ മാടക്കത്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ മോഹനൻ നിർവഹിച്ചു. സ്നേഹമുള്ളവരെ, നമ്മുടെ ക്ഷമ സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഇന്ദിരാ മോഹൻ അവർക്ക് ഈ ഇടവക സമൂഹത്തിന് വേണ്ടി ഇവിടെ കൂടിയിരിക്കുന്നവരുടെ പേരിൽ ഏറ്റവും സ്നേഹത്തോടെ ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുന്നു. കഴിഞ്ഞ ദിവസം അന്തരിച്ച വെട്ടുക്കാട് സെന്റ് ജോസഫ് പള്ളി വികാരി ഫാദർ ബൈജു കാഞ്ഞിരത്തിങ്കലിന്റെ പിതാവ് കാഞ്ഞിരത്തിങ്കൽ ജോസഫിന് ആയിരങ്ങളുടെ യാത്രാമൊഴി. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണി മുതൽ 4:30 വരെ വെട്ടുക്കാട് സെന്റ് ജോസഫ് പള്ളിയിൽ പൊതുദർശനം ഒരുക്കിയിരുന്നു. തുടർന്ന് നടത്തറയിലെ ഭവനത്തിൽ എത്തിച്ച് മൃതദേഹത്തിൽ റവന്യൂ മന്ത്രി കെ രാജൻ, നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ്, പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങി നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. പ്രാർത്ഥന ചെയ്തുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ അവിടുത്തെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതലേക്കും ആമേൻ. ശനിയാഴ്ച രാവിലെ 11 മണിക്ക് നടത്തിയ സംസ്കാര ചടങ്ങുകൾക്ക് തൃശൂർ അതിരൂപത സഹായമെത്രാൻമാർ ടോണി നീലങ്കാവിൽ, നടത്തറ പള്ളി വികാരി ഫാദർ സൈജോ തൈക്കാട്ടിൽ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. വിവിധ വൈദികർ, സിസ്റ്റർമാർ, വിവിധ പള്ളിക്കമ്മിറ്റി ഭാരവാഹികൾ, ഇടവകാംഗങ്ങൾ തുടങ്ങി നടത്തറ തിരുഹൃദയ ദേവാലയത്തിലെ സംസ്കാര ചടങ്ങുകളിൽ നിരവധി പേർ പങ്കെടുത്തു. റോസിയാണ് ഭാര്യ, സിസ്റ്റർ ബീന, ഫാദർ ആന്റോ എന്നിവരാണ് മറ്റു 2 മക്കൾ. ഭാര്യയുടെ മരണശേഷം 8 വർഷമായി ഫാദർ ബൈജുവിനൊപ്പം വിവിധ പള്ളിമേടകളിലാണ് എതിരേൽപ്പിന്നു നിരന്നീടും ആനന്ദത്തിൻ മണിയറയിൽ ചിരമായി വാണിടും അവരെല്ലാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. വിശ്വപ്രസിദ്ധമായ ചക്കുളത്തുകാവിൽ ശ്രീഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാലയുടെ വരവറിയിച്ച് പ്രധാന ചടങ്ങായ കാർത്തിക സ്തംഭം ഡിസംബർ 8 ഞായറാഴ്ച ഉയരും. ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ വ്രതാനുഷ്ഠാനത്തോടെ എത്തുന്ന ദക്ഷിണേന്ത്യയിലെ പ്രമുഖ സർവ്വമത തീർത്ഥാടന കേന്ദ്രമായ ചക്കുളത്തുകാവിൽ പൊങ്കാല ഡിസംബർ 13. പുലർച്ചെ 4 നിർമ്മാല്യ ദർശനം, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം വിളിച്ചുചൊല്ലി പ്രാർത്ഥനയും തുടർന്ന് ക്ഷേത്ര ശ്രീകോവിലിൽ കെടാവിളക്കിൽ നിന്ന് ട്രസ്റ്റ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ നമ്പൂതിരി പകരുന്ന തിരിയിൽ പണ്ടാര പൊങ്കാലടുപ്പിലേക്ക് അഗ്നി പ്രജ്വലിപ്പിച്ചുകൊണ്ട് തുടക്കം കുറിക്കും. ക്ഷേത്ര കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരിയുടെ അധ്യക്ഷതയിൽ സംഗമത്തിൽ കേന്ദ്ര ടൂറിസം, പെട്രോളിയം, പ്രകൃതിവാതകം സഹമന്ത്രി സുരേഷ് ഗോപി, സഹധർമ്മിണി രാധിക സുരേഷ് ഗോപി എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിക്കും. RC ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാനും സാമൂഹിക പ്രവർത്തകനുമായ റിജി ചെറിയാൻ മുഖ്യാതിഥിയാകും. ക്ഷേത്ര മേൽശാന്തി അശോകൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ ട്രസ്റ്റിമാർ എന്നിവരുടെ ആഭിമുഖ്യത്തിലും പൊങ്കാല സമർപ്പണ ചടങ്ങുകൾ നടക്കും. 11-ന് 500-ലധികം വേദപണ്ഡിതന്മാരുടെ കാർമ്മികത്വത്തിൽ ദേവിയെ 51 ജീവിതകളിലായി എഴുന്നള്ളിച്ച്
ഭക്തർ തയ്യാറാക്കിയ പൊങ്കാല നിവേദിക്കും. അതിനുശേഷം ദിവ്യ അഭിഷേകവും ഉച്ചദീപാരാധനയും നടക്കും. വൈകിട്ട് സാംസ്കാരിക സമ്മേളനത്തിന് ക്ഷേത്ര കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിക്കും. മുഖ്യ കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരി അനുഗ്രഹ പ്രഭാഷണം നടത്തും. കുട്ടനാട് MLA തോമസ് കെ തോമസിന്റെ അധ്യക്ഷതയിൽ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും. മാവേലിക്കര MP കൊടിക്കുന്നിൽ സുരേഷ് മുഖ്യാതിഥിയാകും. ക്ഷേത്രം മേൽശാന്തി അശോകൻ നമ്പൂതിരി മംഗളാരതി സമർപ്പിച്ച് വെസ്റ്റ് ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് IAS കാർത്തിക സ്തംഭത്തിൽ അഗ്നി പ്രജ്വലിപ്പിക്കുന്ന ചടങ്ങുകളും നിർവഹിക്കപ്പെടും. സാമൂഹ്യനീതി വകുപ്പ് കേരള സംസ്ഥാന ഭിന്നശേഷി കോർപ്പറേഷൻ മുഖേന നടപ്പാക്കുന്ന പ്രൊഫിഷ്യൻസി അവാർഡ് 566 പേർക്കായി 28.30 ലക്ഷം രൂപ അനുവദിച്ചതായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R. ബിന്ദു പറഞ്ഞു. 5000 രൂപ വീതമുള്ള പ്രൊഫിഷ്യൻസി അവാർഡ് തുകയാണ് വിദ്യാർത്ഥികളുടെ ബാങ്ക് അക്കൌണ്ടുകളിൽ എത്തിച്ചത്. 2024 മാർച്ചിൽ നടത്തിയ SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ എല്ലാ വിഷയത്തിലും B ഗ്രേഡോ അതിനു മുകളിലോ നേടിയ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കുള്ളതാണ് പ്രൊഫിഷ്യൻസി അവാർഡ്. ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്നവർക്ക് മാർക്ക് നിബന്ധന ബാധകമാക്കിയിട്ടില്ല. SSLC വിഭാഗത്തിൽ 341 പേരും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 225 പേരും അവാർഡിന് അർഹത നേടി. എല്ലാ വിഭാഗം ഭിന്നശേഷിക്കാരെയും ചേർത്ത് പിടിക്കുക എന്ന നയത്തിന്റെ ഭാഗമാണ് സാമ്പത്തിക പരിമിതികൾക്കുള്ളിലും ക്ഷേമ ആശ്വാസ നടപടികൾ കൈക്കൊണ്ടുവരുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ഗുണഭോക്താക്കളുടെ പട്ടികയും വിവരങ്ങളും വെബ്സൈറ്റിലുണ്ട്. ഫോൺ നമ്പർ 0471 232 2265. മറ്റൊരിടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽനൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പൊന്നിന്നൂലിൽ ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാളും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. വാർത്തകൾ തുടരുന്നു. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിൽ സഹസ്രനാമ പഞ്ചലക്ഷാർച്ചന യജ്ഞം നവംബർ 19 മുതൽ 24 വരെ. ഭാരതത്തിലെ പ്രമുഖ മഠങ്ങളിലെ ആചാര്യശ്രേഷ്ഠരും മഹാക്ഷേത്രങ്ങളിലെ തന്ത്രി പ്രമുഖരും കാഞ്ചി കാമകോടി പീഠത്തിലെ 25-ൽ പരം ചതുർവേദ വൈദിക പണ്ഡിതരും പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രവീൺ KV, ജയപ്രകാശ് ശർമ്മ, ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, K. ദിനേശ് രാജ എന്നിവർ പങ്കെടുത്തു. പുറനാട്ടുകര അമ്പലക്കുളത്തിൽ കുളിക്കുന്നതിനിടയിൽ ശ്രീഹരി ക്ഷേത്രക്കുളത്തിൽ അകപ്പെട്ടു. 15 അടി ആഴമുള്ള കുളത്തിൽ നിന്ന് തൃശൂർ അഗ്നിരക്ഷാ നിലയത്തിലെ സ്കൂബ ഡ്രൈവർമാരായ ശ്രീഹരി R, ജിബിൻ J എന്നിവർ മൃതദേഹം കണ്ടെടുത്തു. വയനാടിന് നൽകേണ്ട ദുരിതാശ്വാസ സഹായം എത്രയും വേഗം നൽകാൻ കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് റവന്യൂ മന്ത്രി. കേരളത്തോട് കേന്ദ്രം വിവേചനം കാണിക്കുകയാണെന്ന് മന്ത്രി K. രാജൻ ആവർത്തിച്ചു. കേന്ദ്ര മന്ത്രിതല കമ്മിറ്റിയുടെ വിലയിരുത്തലിന് ശേഷം കൂടുതൽ സഹായങ്ങൾ വയനാടിനായി നൽകുമെന്ന് ഉറപ്പു നൽകിയിരുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഇക്കാര്യം ആവർത്തിച്ചു. എന്നാൽ ഇപ്പോൾ കേന്ദ്രം വയനാടിനെ അവഗണിക്കുകയാണ്. ത്രിപുരയ്ക്കും സിക്കിമിനും ഹിമാചൽ പ്രദേശിനും ഉൾപ്പെടെ പ്രളയ ദുരിതാശ്വാസ വൻതുകകൾ നൽകിയപ്പോൾ കേരളത്തോട് അവഗണന തുടരുന്നു. സംസ്ഥാന സർക്കാർ അനുകൂല തീരുമാനത്തിനായി കാത്തിരിക്കുകയാണ്. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി K. രാജൻ. എന്ന് ആരെങ്കിലും പറഞ്ഞാൽ, കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞാൽ അതൊരു ന്യായമാണോ എന്നൊറ്റ നോട്ടത്തിൽ ആളുകൾക്ക് തോന്നും. എന്നാൽ കൊടുക്കുന്നതിൽ വിരോധമില്ല എന്ന ആമുഖത്തോടു കൂടി തന്നെ ഞാൻ പറയട്ടെ, ത്രിപുരയിൽ IMCT ഇൻ്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം കാണാൻ, സംഭവങ്ങൾ പരിശോധിക്കാൻ ലോഞ്ച് ചെയ്ത സമയത്ത് തന്നെ ത്രിപുരയ്ക്ക് ഒരു കേന്ദ്രമന്ത്രിയുടെ സാന്നിധ്യത്തിൽ 40 കോടി രൂപ അഡീഷണൽ അസിസ്റ്റൻസായി പ്രഖ്യാപിച്ചത് അനുഭവങ്ങളിലൂടെ നമ്മൾ കണ്ടു. അപ്പോൾ എന്തേ കേരളം മാത്രം ഒരു കുറ്റം ചെയ്തു? ആവർത്തിക്കുന്നില്ല ഞാൻ. സിക്കിമിന് കിട്ടിയ പണം, ഹിമാചലിന് കിട്ടിയ പണം, കർണാടകയ്ക്ക് കിട്ടിയ പണം, തമിഴ്നാടിന് കിട്ടിയ പണം, ത്രിപുരയ്ക്ക് കിട്ടിയ പണം.
കേരളത്തിന് ഈ പ്രവചനങ്ങളിൽ ഈ വിധത്തിൽ വരാൻ എന്തെങ്കിലും തടസ്സമുണ്ടായതായി കാണുന്നുണ്ടോ? സുപ്രീം കോടതി തന്നെ ബംഗാളിലെ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഈ പ്രശ്നങ്ങളെ കൃത്യതയോടുകൂടി നോക്കി കണ്ടപ്പോൾ സെൻറ്ററും സ്റ്റേറ്റും തമ്മിലുള്ള റിലേഷനെക്കുറിച്ച് സുപ്രീം കോടതി വിലയിരുത്തേണ്ടായല്ലോ. ബംഗാളിലെ കടുത്ത കത്തോടുകൂടി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ക്യാബിനറ്റ് സഹമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ളത്. സാധാരണ നിലയിൽ ഞങ്ങൾ ഇനിയും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുണ്ടോ എന്ന് ഇന്നലെ മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ചു. കാത്തിരിക്കുന്നുണ്ട്. അതിന് രണ്ട് കാരണമുണ്ട്. IMCTയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഉന്നതതല ആലോചന നടത്തും എന്ന് വീണ്ടും അദ്ദേഹം കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. 110 ദിവസം പിന്നിടുകയാണ്, 109 ദിവസം. ഇത്ര കാലമായിട്ടും ആലോചന നടത്താറായിട്ടില്ലേ എന്ന ചോദ്യം ബാക്കി നിൽക്കുകയും ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് സുമോമോട്ടോ എടുത്തൊരു കേസിൽ ഒക്ടോബർ 4 കോടതി കാണുമ്പോൾ സ്വാഭാവികമല്ലേ, രാഷ്ട്രീയം പലതരത്തിൽ ചർച്ച ചെയ്യുമല്ലോ തെരഞ്ഞെടുപ്പിൽ, ഇതും ചർച്ച ചെയ്യേണ്ടി വരും. അത് ഒരു തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യാൻ വേണ്ടിയല്ല ഞങ്ങളിപ്പോൾ പറയുന്നത്. ഞങ്ങൾ നേരത്തെ മുതൽ പറഞ്ഞു തുടങ്ങിയതാണ്. ഒരു തെരഞ്ഞെടുപ്പല്ല ഇതിൻ്റെ പ്രശ്നം. ചൂരൽമലയിലെ ദുരന്തം അനുഭവിക്കുന്നവരുടെ മനസ്സാണ് ഇതിൻ്റെ പ്രശ്നം. ഇപ്പോഴും ബന്ധപ്പെട്ടവരെയും ഉറ്റവരെയും കാണാതിരിക്കുന്ന മനുഷ്യൻ്റെ മനസ്സിൽ ഒരു ആദി കോരിയിടുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോൾ ശ്രുതിയെ കണ്ടു, ശ്രുതിയെ നോക്കുന്നവരെ കണ്ടു, നിരവധി ദുരന്ത ബാധിതരെ കണ്ടു. കോടതിയിൽ പുനരധിവാസത്തിനെടുത്ത സ്ഥലത്തിൽ ഒരു പരാമർശമുണ്ടായി എന്ന് കേൾക്കുമ്പോൾ പോലും അവർക്ക് ഭീതിയാണ്. കാറ്റിനെ പേടിയാണ്, മഴയെ പേടിയാണ്, ശബ്ദം ഉയർന്നു കേട്ടാൽ പേടിയാണ്, ഒരു പടക്കം പൊട്ടിയാൽ പേടിയാണ്, ആളുകൾ ഓടിക്കൂടിയാൽ പേടിയാണ്, ഏതെങ്കിലും വിധത്തിൽ സഹായം കിട്ടില്ലെന്ന് ആരെങ്കിലും പ്രചരിപ്പിച്ചാൽ പേടിയാണ്. ഇനി അവരുടെ മനസ്സിൽ തീ കോരിയിടരുത്. അവരോട് അനുഭാവപൂർണ്ണമായിട്ടുള്ള നിലപാടുണ്ടാകണം. ആ വിധത്തിൽ ഉള്ള പ്രശ്നമാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്. ഇതിൽ രാഷ്ട്രീയമേ ഇല്ല. സെൻട്രൽ മിനിസ്റ്റീരിയൽ ടീം, ഇൻ്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം എന്താണ് കേരളത്തിൻ്റെ ദുരന്തത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന് പഠിക്കാൻ ഇനി സംവിധാനങ്ങൾ ആവശ്യമാണോ? ഇത് ജനങ്ങളുടെ ഒരു ആശങ്കയുടെ കൂടി പ്രശ്നമാണ്. ഞാൻ 2-3 രാഷ്ട്രീയ നേതാക്കളും ഒരു മന്ത്രിയും നടത്തിയ പ്രസ്താവന കാണാനിടയായി, ബഹുമാനപ്പെട്ട കേന്ദ്ര സഹമന്ത്രി ഉൾപ്പെടെ. നിങ്ങളുടെ STRFൻ്റെ പണത്തിൽ ആവശ്യമായ തുകയുണ്ടല്ലോ, 291.20 കോടി രൂപ കേരളത്തിന് 2024-25 STRF നിധിയിൽ ഉണ്ടാകണം എന്ന് നിശ്ചയിച്ചത് 15ാം ധനകാര്യ കമ്മീഷനാണ്. ആ പണത്തിൻ്റെ കൂട്ടത്തിൽ 96 കോടി രൂപയുടെ സംസ്ഥാനത്തിൻ്റെ വിഹിതം കൂടി കൂട്ടുമ്പോൾ STRF ആയി. STRFൽ കഴിഞ്ഞ വർഷം ബാക്കിയുള്ള പണം അത് ഈ വർഷത്തേക്ക് നീക്കി വെച്ചിട്ടുണ്ടാകും. അത് ഏതു മാനദണ്ഡങ്ങളിലാണ് പ്രയോഗിക്കാൻ പറ്റുക? ഒരു റോഡ് പൂർണ്ണമായും നശിച്ചു പോയാൽ 1 കിലോമീറ്ററിന് ഉപയോഗിക്കാവുന്ന പണം 75,000 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയപാതയിലെ മാലിന്യം തള്ളലിനെ തടയിടാൻ പുത്തൂർ പഞ്ചായത്ത് ഇരുമ്പുവേലി നിർമ്മിക്കുന്നു. തൃശൂർ ഈസ്റ്റ് ഉപജില്ലാ കലാമേളയിൽ UP വിഭാഗത്തിൽ താണിക്കുടം UP സ്കൂളിന് ഓവറോൾ കിരീടം. തൃശൂർ പുത്തൻപള്ളി വ്യാകുലമാത ബസലിക്ക തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളിന് കൊടിയേറി. സ്വകാര്യ ബസ്സുകൾക്ക് 140 കിലോമീറ്ററിന് മുകളിൽ സർവീസ് നടത്തുന്നതിന് ലഭിച്ച കോടതി ഉത്തരവ് സർക്കാർ ഉടൻ നടപ്പിലാക്കണമെന്ന് കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Lali's Hypermarket, Lali's Mall, Patikat Center, Thrissur.